ഇന്ന് മെയ് 27 നമുക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു. തൃശ്ശൂരായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തൃശ്ശൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ദാ പെട്ടെന്നൊരു കോള് വന്നു. ചേച്ചി എനിക്ക് ഇന്ന് തന്നെ പ്രിപ്പീറ്റ് ചെയ്തിട്ട് ഒരു സാരി തരാൻ പറ്റുമോ എന്നുള്ളത്. പുറത്ത് നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചൂടുവെള്ളത്തിലൊരു കുളിയെല്ലാം പാസ്സാക്കിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ വർക്കിലേക്ക് കടന്നു. അപ്പോഴേ കസ്റ്റമർ വന്ന് നമുക്ക് സാരി തന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമ്മളെ അടുത്ത് എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ 2-2:30 പോവും വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രാക്ടീസ് കേട്ടോ. അമ്മ ഇല്ലാത്തതുകൊണ്ട് സാരിക്ക് സ്റ്റിച്ച് ചെയ്യണം, അതായത് സാരിയുടെ എൻഡ് സ്റ്റിച്ച് ചെയ്യണോ എന്നുള്ള ചോദിക്കാൻ പോലും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മ ടീച്ചറാണ്, അപ്പോൾ ആൾ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ കാര്യം ഞാൻ വിട്ടു. കറക്റ്റ് ഇതാ ഞാൻ പ്രീപ്ലീറ്റും അയണിങ് ചെയ്യാനൊക്കെ ഇരുന്ന സമയം തന്നെ ദേ കറണ്ടും പോയി. മഴയൊക്കെ അല്ലേ, ഒരു മഴ ചെറുതായിട്ടൊന്ന് ചാറിയാൽ തന്നെ കറണ്ട് പോകും. അപ്പോൾ ദാ കറണ്ട് പോയ കത്തുന്നൊരു ബൾബുണ്ടല്ലോ, ഓൺ ആക്കിയിട്ട് ഞാൻ വേഗം പ്രീപ്ലീറ്റെങ്കിലും കഴിച്ചു വെച്ചാൽ അത്രയും എൻ്റെ ടൈം ലാഭിക്കാമല്ലോ എന്ന് കരുതി കറണ്ട് വന്നപ്പോൾ പെട്ടെന്ന് അയൺ ചെയ്ത് ബോക്സ് പ്ലീറ്റ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോഴേക്കും പിന്നെ എനിക്ക് പോകാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേക്കും പ്രീപ്ലീറ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഷർമെൻറ്റ്സ് ഓൾറെഡി എനിക്ക് ക്ലയൻറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് തീരെ മെഷർമെൻറ്റ്സ് ഒന്നും എനിക്ക് അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഞാൻ ഇവിടെ പ്രീപ്ലീറ്റിങ് ചെയ്യാറുണ്ട്. എനിക്ക് ആളുടെ ഹൈറ്റും അതേപോലെ തന്നെ ഒരു ഫോട്ടോയും, അതായത് എക്സലാണോ ലാർജ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോട്ടോയും കൂടെ മാത്രം മതി. എനിക്ക് സത്യം അർജൻറ്റ് ആണെങ്കിൽ, അയ്യോ ചേച്ചി എനിക്ക് പറ്റില്ല, എനിക്കിപ്പോൾ മെഷർമെൻറ്റ്സ് എടുക്കാനുള്ള ടൈമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തരത്തിൽ പോലും നമ്മളിവിടെ പ്രീപ്ലീറ്റിങ് കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് ക്ലോത്ത് ബാക്കിയാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ പക്ക നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ആവശ്യമായിട്ട് എന്തായാലും വരും. അപ്പോൾ അതാ നമുക്ക് ഇതേപോലത്തെ ബോക്സ് പ്ലീറ്റിംഗ് സർവീസ് വേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ ഒരിക്കലും കൂടെ പറയാം. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇടിമുഴിക്കൽ കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഇൻസ്റ്റാ പേജ് എന്തായാലും നമ്മൾ ഇതിലൊരു ടാഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻസ്റ്റയിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ ഇത്തരമുള്ള സർവീസസ് മാത്രമല്ല, നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോളോ അല്ലെങ്കിൽ മെസ്സേജോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിതാ പ്രീപ്ലീറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കറണ്ട് ഇല്ല. അപ്പോഴേക്കും ഞാനിത് എൻ്റെ ലഗേജസും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ വിളിച്ചില്ല, എടുത്തിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. കറണ്ട് വന്ന ഉടനെ തന്നെ സ്റ്റുഡിയോയിലേക്ക് ഓടിയിട്ട് പെട്ടെന്ന് തന്നെ അത് അയണിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടായിരുന്ന സെറ്റ് സാരി ആയിരുന്നു കേട്ടോ അയൺ ചെയ്യാനുണ്ടായിരുന്നത്. ആൾ അത്യാവശ്യം കുറച്ചൊരു മെലിഞ്ഞ ആളായതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫ്രണ്ട് പ്ലീറ്റ് ഓവറായിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവില്ല, കാരണം അവിടെ മാത്രം ഭയങ്കര കൂടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം അവിടെ ഒരു 10-15 പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 9 പ്ലീറ്റ്സ് എത്തിയിട്ടുള്ളൂ കേട്ടോ. കാരണം ആൾക്ക് ബോറാവരുത് എന്ന് കരുതിയിട്ടാണ്. ബാക്കി നമ്മൾ എൻ്റെ ഭാഗം മടക്കി കൊടുത്താൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യണം എന്ന് ഓർക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രീപ്ലീറ്റിങ് കഴിഞ്ഞിട്ട് നമ്മളിത് ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബോക്സ് പ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പിന്നുകളെല്ലാം പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ. കാരണം ഇൻ കേസ് എന്തെങ്കിലും കയ്യിൽ അബദ്ധം പറ്റി താഴെ വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കോലം പോവരുത്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കൺസേൺ. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു ടൈപ്പിൽ ബോക്സ് പ്ലീറ്റെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് പാക്കിങ്ങും ഫൈനലി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോഴേക്കും എൻ്റെ 2 മണി ആയിട്ട് ഞാൻ പെട്ടെന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു 6 മണിയോടെ തൃശ്ശൂരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്ലയൻറ്റിൻ്റെ വീട്ടിൽ നമുക്ക് വെഡ്ഡിങ് വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയുള്ള ഒരു അമ്മമ്മയാണ് കേട്ടോ. ആളുടെ കഥകളൊക്കെ പറയുകയാണ്. നമ്മൾ ബ്രൈഡിന് ഫാദർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആളുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ആരുമില്ല, മോനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ രാത്രി നല്ല ചിക്കൻ കറി കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. കൂടെ എൻ്റെ അനിയത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് മേക്കപ്പ് ബൈ ഷിബിലാസ് ആണ്. ആളുടെ വീട് കോട്ടയ്ക്കൽ ആ ഏരിയയിലാണ്. മോർണിംഗ് ഒരു 3:30-4 ഒക്കെ ആകുമ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് പിന്നെ സൈഡ് ഡ്രിപ്പിംഗ് മാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ എണീച്ചത് ഏകദേശം ഒരു 7 മണി നേരത്താണ്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് ടെമ്പിൾ ലുക്കായിരുന്നു, അതായത് താലി കെട്ടുന്ന ലുക്കായിരുന്നു ഈ ഒരു സെറ്റ് സാരി ലുക്ക്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സിസ്റ്റർക്കും കൂടെ ധാവണി ദുപ്പട്ട സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതും ഞാൻ ഡ്രേപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീട് പൂട്ടി ഇറങ്ങുന്നത് ഞാനാണ് കേട്ടോ. കാരണം എല്ലാവരും അമ്പലത്തിൽ പോയി. ഇവിടെ തൊട്ടടുത്തുള്ള മീൻസ് ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടന്നത്. അപ്പം ഞാനാണ് വീട് ഒക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
ഫൈനലി ഇതേ ഞങ്ങളും അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സെക്കൻഡ് സാരി ചേഞ്ചിങ് ഉണ്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ അവരുടെ ഫാമിലിയിലൊരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രീ പ്ലീറ്റിങ്ങും സാരി ചേഞ്ചിങ്ങും എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല അമ്പലം കേട്ടോ. പിന്നെ കാലാവസ്ഥ പറയണ്ട, നല്ല തണുത്ത കാറ്റായിരുന്നു. അവിടെ തന്നെ ഇരിക്കാൻ തോന്നുക. വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഭയങ്കര ചൂട്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര കൂളായിട്ടുള്ള ആളാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി, നല്ല ടോക്കാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ രണ്ടാമത്തെ വർക്കാണ് മേക്കപ്പ് ബൈ ഷിബിലാസിനെ കൂടെ നമ്മൾ സെക്കൻഡ് വർക്കാണ് ചെയ്തിട്ടുണ്ടായത്. എന്തായാലും രണ്ട് വർക്കും നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ആ വീട്ടിലെത്തിയപ്പോഴേക്ക് കറണ്ടും വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ നമ്മൾ വേഗം അയണൊക്കെ ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് താലി കെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള സെക്കൻഡ് സാരി ചേഞ്ചിങ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ സെക്കൻഡ് സാരി ഒരു സമാധാനത്തോടെ ചെയ്യുന്നത് ഈ ഒരു വർക്കിലാണ് കേട്ടോ. വീഡിയോസ് എല്ലാം കിട്ടുന്നത് ഈ ഒരൊറ്റ വർക്കിലാണ്. ബാക്കിയൊന്നും എനിക്ക് ഇതുവരെ ഞാൻ ചെയ്ത വർക്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മളെല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാൻ നേരത്ത് ഫുഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച്, ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ, ഫുഡെല്ലാം കഴിച്ച് മടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല സദ്യ ആയിരുന്നു. ഇവിടെ ഒരു മറ്റേ മാതളി നാരങ്ങ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് നാരങ്ങയിലാണ് അച്ചാറുള്ളത്. നമുക്ക് തീരെ പിടിച്ചിട്ടില്ല. പൊതുവേ ഞാൻ അച്ചാർ ലവർ അല്ലാത്തതുകൊണ്ടും എനിക്ക് അതിനോട് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആളുടെ മുഖം കാണണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മണിയോടെ തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.